ഈ CBSE പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നേരത്തെ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. അവർ പരസ്യമായ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ മാസം 6-ന് ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ പങ്കെടുക്കും. ब्लंडर के बाद भी अगर एजुकेशन मिनिस्टर रिजाइन नहीं करते तो इसका मतलब इस देश में अकाउंटेबिलिटी नाम की कोई चीज़ बची ही नहीं है. ऐसा लगता है कि सिस्टम जितनी चाहे उतनी गलतियां कर सकता है और उसके लिए कोई कॉन्सिक्वेंसेस है ही नहीं. सारे कॉन्सिक्वेंसेस स्टूडेंट्स के लिए है. ऐसा कब तक चलेगा? इसलिए अब वक्त आ चुका है. हम सबको साथ आना होगा और भारत के संविधान के रास्ते पर चलते हुए पीसफुली अपनी आवाज़ उठाकर धर्मेंद्र प्रधान के रेजिग्नेशन की डिमांड करनी होगी. अगर हम सब साथ मिलकर आवाज़ उठाएंगे तो ज़रूर इनको हमारी बात माननी होगी. मैंने डिसाइड किया है मैं 6 जून सैटरडे सुबह दिल्ली आऊँगा. आप सब मुझे एयरपोर्ट पर मिलिए. हम सब मिलकर पार्लियामेंट स्ट्रीट पुलिस स्टेशन जाएंगे और वहाँ पर जंतर मंतर पर एक पीसफुल प्रोटेस्ट करने के लिए परमिशन मांगेंगे. വിനീത വിജയൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് ഈവനിങ്. ഈ സമയത്തിനേറെ വിലയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചിലർ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ലെങ്കിലും ഇത്തരത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തിന് വലിയ വിലയുണ്ട്. ഇതൊന്നും മാനിക്കാതെ രീതിയിലുള്ള വാർത്തകളാണല്ലോ, അങ്ങനെ ഇല്ല എന്ന രീതിയിലുള്ള വാർത്തകളാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം CJP ഇത് ഇവിടെയൊന്നും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനപരമായ പ്രതിഷേധമെന്നാണ് അവർ പറയുന്നത്. ഏത് രീതിയിലാണ് അത് വിഭാവനം ചെയ്യുന്നത്? അഭിജിത് ദീപ് കെയും പങ്കെടുക്കുമല്ലോ. ക്രിസ്ത്യന, സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി ഇതിനോടകം തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഈ സാങ്കേതിക പിഴവുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഒപ്പുശേഖരണം അടക്കം നടത്തി അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറം തെരുവിലേക്ക് ഇറങ്ങുന്ന ആദ്യ പ്രതിഷേധമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടേത്. അത് ജന്തർ മന്ദറിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജൂൺ 6-ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് അഭിജിത് ദീപ് കെയും അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണുള്ളത്. അദ്ദേഹം തിരികെ എത്തി, ഡൽഹിയിലെത്തി നേരെ പാർലമെന്റ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഇങ്ങനൊരു സമരം നടത്താൻ അനുമതി തേടുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശേഷം ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ താനും പങ്കെടുക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നമുക്ക് ഒന്നിക്കാൻ സമയമായി എന്നുമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന ആ വീഡിയോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധത്തിനാണ് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ ബാംഗ്ലൂരിലും രാജസ്ഥാനിലും ഒക്കെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ കൊണ്ടുപോകണമെന്നൊക്കെ അവർ ആഹ്വാനം ചെയ്തതായുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നാലെ തന്നെ അങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിനില്ല എന്ന് CJP വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആദ്യ പരസ്യ ഒരു പ്രതിഷേധവുമായി CJP തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് അഭിജിത് ദീപ് കെ ഉള്ളത്. അദ്ദേഹം മടങ്ങിയെത്തിയാൽ ഡൽഹിയിൽ മടങ്ങിയെത്തും, ശനിയാഴ്ച എത്തും. ശേഷം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ നീറ്റ് വിവാദമൊക്കെയായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ ഒപ്പുശേഖരണം അടക്കം ശേഖരിച്ചുകൊണ്ട് അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CJP തെരുവിലിറങ്ങിയ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തുന്നത്. പാർട്ടികൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ക്രിസ്റ്റീന, ശരി. എന്തായാലും ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ് അഭിജിത് ദീപ് കെ നാട്ടിലെത്തും. ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് അനുമതി തേടും. കാരണം നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ നടന്നതുപോലെ ഒരു ജൻസി പ്രക്ഷോഭം ഇന്ത്യയിലും ഉണ്ടാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തും അനുമതി നൽകിയിരുന്നില്ല. ഇതിന് അനുമതി ലഭിക്കുമോ, ഈ പ്രതിഷേധം നടക്കുമോ എന്ന് കണ്ടറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.